സർ, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഒരു പ്രസ്താവന വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ്. സ്വകാര്യ ആശുപത്രികളിലേക്ക് രോഗികളെ എത്തിക്കുന്നതിന് ആംബുലൻസ് ഡ്രൈവർമാർ 10,000 രൂപ മുതൽ വാങ്ങുന്നു എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ ആരോപണത്തെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിന്റെ കൂടെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. എന്ത് വിശ്വസിച്ചാണ് സർക്കാർ ആശുപത്രികളിലേക്ക് പൊതുജനം പോകേണ്ടത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ആംബുലൻസ് ഡ്രൈവർമാർ സ്വകാര്യ ആശുപത്രികളിൽ അവർ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് രോഗികളെ എത്തിക്കുന്നത്. മറ്റൊരു ചോദ്യം, മെഡിക്കൽ കോളേജ് അധ്യാപകർ സമരത്തിലാണ്. അതിലൊരു തീരുമാനത്തിലെത്താൻ ആരോഗ്യമന്ത്രിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. മുരളീധരൻ പറഞ്ഞതുപോലെ മഹാറാണിയല്ല, കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാണ് എന്ന കാര്യം വീണ ജോർജ് വിസ്മരിക്കുകയാണ്. മഹാറാണി എന്നൊന്നും നമ്മൾ വിശേഷിപ്പിച്ചില്ലെങ്കിലും അങ്ങനെ പറഞ്ഞു രാഷ്ട്രീയ തലത്തിൽ അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കണം. അവര് നല്ല വിദ്യാഭ്യാസവും വിവരമുള്ള സ്ത്രീയാണ് അല്ലെ. അടിസ്ഥാനമായിട്ട് ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അവര് ടെലിവിഷൻ മാധ്യമത്തിൽ വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ആളെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു രോഗിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞു പോകുന്ന ആംബുലൻസ് ഡ്രൈവർ അല്ലേ, ആ ആംബുലൻസ് ഡ്രൈവർമാര് രോഗിയെ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കാതെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനവർക്ക് കമ്മീഷൻ കിട്ടുന്നെന്നാണ് പറയുന്നത്. അത് ടിപ്പർ ലോറി ഡ്രൈവർമാര് കാണിക്കുന്ന സംസ്കാരമാണ്, അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ചില ഏർപ്പാടുകളെ എല്ലാവരെയും നമ്മൾ കുറ്റം പറയാനല്ല ചെയ്യുന്നത്. കൂടുതൽ ലോഡ് അടിക്കാൻ, അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. കൂടുതൽ ലോഡ് അടിക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞു ഓടുക എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ആംബുലൻസ് ഡ്രൈവർമാരെ കുറിച്ച് കുറ്റപ്പെടുത്തിയത്. നമ്മളെല്ലാവരും ഒരു ആംബുലൻസ് വരുന്ന കണ്ടല്ല നമ്മളൊക്കെ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ എല്ലാവരും വാഹനങ്ങൾ ഓടിക്കുന്നവരാണെങ്കിൽ വാഹനങ്ങൾ ഒഴിച്ചിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ആംബുലൻസുള്ള സൗകര്യം ചെയ്ത് കൊടുക്കും. കാരണം അതിൽ കിടക്കുന്നത് ആരാണ്? അത്യാവശ്യ ചികിത്സ വേണ്ട, ജീവൻ രക്ഷിക്കപ്പെടേണ്ടതായ ആളുകൾ, വളരെ അടിയന്തര സാഹചര്യത്തിലുള്ള രോഗികളാണ് അതിനകത്ത് കിടക്കുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്ന ആംബുലൻസ് ഡ്രൈവർമാരെയാണ് അധിക്ഷേപിക്കുന്ന രീതിയിൽ അവർ സംസാരിച്ചിരിക്കുന്നത് അല്ലെ. അവരൊക്കെ ഏജന്റുമാരാണ്. ഒരു രോഗിയെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ അത് പിന്നെ സർക്കാർ ആശുപത്രിക്ക് പകരം ഇവരെയും കൊണ്ട് ഈ പറയുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് ഓടുകയാണ്. അങ്ങനെ ഓടിയ 10,000 രൂപ, കൃത്യമായിട്ടുള്ള തുകയും പറയുകയാണ്, ഒരാൾക്ക് 10,000 രൂപ വെച്ച് കൊടുക്കും. ചിലർക്കൊക്കെ രസീത് എഴുതിയാണ് ഈ തുക കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. സംസ്ഥാനത്തിന് 5 വർഷം ഭരിച്ച ആരോഗ്യമന്ത്രിയാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കുക അല്ലെ. പണ്ട് സിനിമയിലെ മിന്നാരം എന്നുള്ള സിനിമയിൽ ഉണ്ണുണ്ണിച്ച എന്നൊരു കഥാപാത്രത്തെ ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ചിരുന്നല്ലേ. ജഗതി ശ്രീകുമാറിനെ പെട്ടെന്ന് അദ്ദേഹം തന്നെ കൊണ്ടുവന്ന, ജഗതി തന്നെ കൊണ്ടുവന്ന വിഷമെടുത്ത് കുടിച്ചതിന്റെ പേരില് പെട്ടെന്ന് ആംബുലൻസ് വരുമ്പോ ജഗതി പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു അല്ലേ, അയ്യോ എന്നെ വേഗം ആശുപത്രിയിലോട്ട് എത്തിക്കോ, ആ നിലവിളി ശബ്ദം ഇടുമെന്ന് പറയുന്നു അല്ലെ. നിലവിളി ശബ്ദം എന്നാണ് ജഗതി അതിനകത്ത് പറയുന്നത്. അപ്പൊ ഈ നിലവിളി ശബ്ദത്തോടു കൂടി വരുന്ന ആംബുലൻസിനെ നമ്മളൊക്കെ കാണുന്നത് എന്താണ്? നമ്മളൊരു രോഗിയുടെ നിലവിളിയായിട്ടാണ് അതിനെ കാണുന്നത് അല്ലെ. ആ ഒരു രോഗിയെ, ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു രോഗിയുടെ ബന്ധുക്കളുടെ നിലവിളിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനെയാണ് ഇത്ര അപമാനകരമെന്നേ നമുക്ക് അതിനകത്ത് പറയാനൊക്കെ അത്തരത്തിലൊരു വാക്കിൽ അവർ വിശേഷിപ്പിച്ചത്. 5 വർഷം ഭരിച്ചിട്ട് അവർക്കിതൊന്നും നോക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. അവരുടെ വകുപ്പിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. സിസ്റ്റമാണല്ലോ എല്ലാത്തിന്റെയും കാരണം. സിസ്റ്റം ഫെയിലിയർ ഇതിനാണ് പറയുന്നത്. ഒരു സിസ്റ്റവും അവിടെ ശരിയായിരുന്നില്ലേ? രോഗികളെ ജീവൻ രക്ഷിക്കാവുന്ന കാര്യത്തിലാണെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ സംഭവം കണ്ടില്ലേ? 12 സെന്റിമീറ്റർ നീളമുള്ള ഒരു കത്രികയാണ് ഒരു വീട്ടമ്മ 5 വർഷം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നത് അല്ലേ. അവരെ കുറിച്ച് വന്ന വാർത്തകളൊക്കെ അങ്ങനെയാണ് വരുന്നത്. 12 സെന്റിമീറ്റർ നീളമുണ്ടായിരുന്ന കത്രികയ്ക്ക് അത് ദ്രവിച്ചു തുടങ്ങിയിരുന്നു. അത് അവരുടെ മൂത്രനാളിക്ക് മുറിവുണ്ടാക്കിയിരുന്നു. അതുകൊണ്ടാണ് മൂത്രത്തിൽ രക്തം കലർന്നവർക്ക് മൂത്രം ഒഴിക്കേണ്ടി വന്നത്. തൊഴിലുറപ്പ് സ്ത്രീയാണ്, തൊഴിലാളിയാണ് അവര് അല്ലെ, സാധുവായ ഒരു വീട്ടമ്മയ്ക്ക്. അതിന് വന്ന ന്യായീകരണങ്ങൾ എന്തായിരുന്നു? സർക്കാർ വകുപ്പിൽ നിന്ന് വന്ന ന്യായീകരണങ്ങളെല്ലാം കേട്ടില്ല. അന്ന് പ്രഗത്ഭയായ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് 50 വർഷം അവരതിട്ടോണ്ട് നടക്കാമായിരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലാണ് ഈ മന്ത്രിയുടെ വകുപ്പിന് താഴെ ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ വിശദീകരണങ്ങളും വരുന്നത്. സാധാരണക്കാരെന്താ ഇതിനകത്ത് നിന്നൊക്കെ മനസ്സിലാക്കുന്നത്? നമുക്കത് പറഞ്ഞില്ലേ, നമുക്കതൊരു ഉത്തരവാദിത്വം, നമ്മൾ ഗവൺമെന്റ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ ചുമതലകൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള ബേസ്ലെസ്, അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടല്ല. സർക്കാർ സംവിധാനങ്ങളെല്ലാം മോശമാണെന്നൊന്നും ആരും പറഞ്ഞിരുന്നില്ല. ഗവൺമെന്റ് ആശുപത്രികൾ നല്ല നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളുണ്ട്, എല്ലാം നല്ല രീതിയിൽ പോകുന്ന ഒരുപാട് ഡോക്ടർമാരുമുണ്ട്. പക്ഷെ പുഴുക്കുത്തുകളുണ്ട്. ആ പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിക്കുന്നവരെ അധിക്ഷേപിക്കുക. കേരളത്തിൽ സ്വകാര്യ ആശുപത്രികളിൽ കോടിക്കണക്കിന് രൂപയുടെ വിദേശ ഇൻവെസ്റ്റ്മെന്റ് വന്നു കാണും. അത് സർക്കാരിന്റെ നയം തന്നെയായിരുന്നല്ലോ. ഈ ഗവൺമെന്റിന്റെ നയം കൊണ്ടല്ലേ അങ്ങനെ വന്നത്, അല്ലാതെ ആരെങ്കിലും ചുമ്മാതെ വിളിച്ചോണ്ട് വന്നൊന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ല ചികിത്സ കിട്ടുന്നുണ്ട്. ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ കിട്ടാവുന്ന, അല്ലെങ്കിൽ വിദേശത്തുണ്ടാകുന്ന ഉപകരണങ്ങൾ അടക്കം നമ്മുടെ നാട്ടിലേക്ക് വരുന്നില്ലേ? അതൊക്കെ വിദേശ ഫണ്ടുകൾ കേരളത്തിൽ വരുന്നത് കൊണ്ട് തന്നെയാണ്.
മെഡിക്കൽ രംഗത്ത് അത്രയും സർവീസ് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായ പ്രതിഫലം തിരിച്ചു വേണ്ടി വരും, അല്ലെ? അത് തീർച്ചയായിട്ടും അത് അങ്ങനെ വരും. അങ്ങനെയാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ അവർക്ക് റിട്ടേൺ വേണ്ടി വരും. അതിൽ കൊള്ള ലാഭം ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ പരിശോധിക്കുന്നതിനായിട്ടാണ് ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉള്ളത്. അതൊന്നും കൃത്യമായിട്ട് ചെയ്യാതെ നമ്മള് ഈ മുതൽ മുടക്കുന്നവനെ ചീത്ത പറയുക അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞതിനകത്ത് ഒരു അർത്ഥവുമില്ല. അത് സ്വന്തം കഴിവുകേടാണ്. സ്വന്തം കഴിവുകേട് മറച്ചു വെക്കാൻ ചെയ്തൊരു ശ്രമം എന്നുള്ളത് മാത്രമേ നമുക്ക് അതിനെ കണക്കാക്കാൻ ഒക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം നീതു ചോദിച്ചത് അവിടെ സമരം, ഡോക്ടർമാരുടെ സമരം നടക്കുകയാണ്. അങ്ങനെയാണല്ലോ കേരളത്തിൽ ഒരു കാലത്തും പരിഹാരമില്ലാത്ത ചില കാര്യങ്ങളാണ്. നമ്മൾ ഏതെങ്കിലും സർക്കാർ ഡോക്ടർമാർക്കെതിരെയോ എന്തെങ്കിലും നടപടികൾ എടുക്കുകയാണ്, ഉടൻ തന്നെ അവർ സമരം പ്രഖ്യാപിച്ചു കളയും. ഇതൊരു അവശ്യ സർവീസാണ്, എസെൻഷ്യൽ സർവീസിൽ പെട്ടുന്നതാണെന്നുള്ള പരിഗണന പോലും ഇല്ലാതെയാണ് അവർ ചെയ്യുന്നത്. രോഗികളെ OP അടക്കം ബഹിഷ്കരിച്ചു കളയും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സർജറി അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ മുടക്കം വരുത്തി കളയും. അങ്ങനെയൊക്കെ ചില ഏർപ്പാടുകളുണ്ട്. ഇത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഏർപ്പാടാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ മാത്രം കാണുന്നതാണ്. ലോകരാജ്യങ്ങളിൽ നിന്നും കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമാണ്. മനുഷ്യജീവന് രക്ഷിക്കേണ്ട ഡോക്ടർമാരെ സമരം ചെയ്യുക, അല്ലെങ്കിൽ രോഗികളെ പരിശോധിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലൊക്കെ ആലോചിച്ച് നോക്കുക, എത്രയോ ആയിരങ്ങൾ 10,000ങ്ങൾ ചികിത്സയ്ക്ക് വരുന്നതാണ്, എത്രയോ കിലോമീറ്റർ താണ്ടി വരുന്നതാണ് അവര്, അല്ലെ? ചികിത്സ കിട്ടും, മിനിമം തുകയ്ക്ക് ചികിത്സ കിട്ടും, അല്ലെ സൗജന്യമായിട്ട് കിട്ടും എന്നൊക്കെ കരുതി വരുന്നതാണ്. ആ സമയത്ത് അവര് പണി മുടക്കിയാലോ? തിരുവനന്തപുരത്തൊക്കെ കണ്ടില്ലേ? തിരുവനന്തപുരത്തൊക്കെ രൂക്ഷമായ സമരം മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെയൊക്കെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. അവിടെ ഇപ്പൊ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആദ്യം ഒരു തീരുമാനം അങ്ങനെയും വന്നിരുന്നു. ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് ഞങ്ങൾ സർവീസ് കൊടുക്കത്തില്ലെന്നാണ്. എത്ര ലക്ഷം അമ്മമാര് വരുന്നതാണ്, അല്ലെ? സ്ത്രീകൾ വരുന്ന പൊങ്കാല തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമാണത്, ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞത്. അടിയന്തര സാഹചര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാകാം. കാരണം തലേ ദിവസം തന്നെ വന്നിട്ട് പിറ്റേ ദിവസമാണ് പൊങ്കാല കഴിഞ്ഞിട്ട് എല്ലാം സ്ത്രീകളൊക്കെ മടങ്ങി പോകുന്നത്. ആ സമയത്ത് സ്ത്രീകൾക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകാവുന്നതാണ്. ആ സമയത്ത് ചികിത്സ കൊടുക്കുകയെന്ന് പറഞ്ഞുള്ള വാശിയായിരുന്നു. പക്ഷെ അത് ഫലപ്രദമായിട്ട് അവിടുത്തെ BJP സംവിധാനങ്ങൾ, അവിടുത്തെ മേയർ അടക്കമുള്ളവർ അതിനകത്ത് ഇടപെട്ടു. പെട്ടെന്ന് BJPയുടെ നേതൃത്വം ഇടപെട്ട്, നിങ്ങൾ വന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ 1000-കണക്കിന് ഡോക്ടർമാരെ, 1000-ഓളം ഡോക്ടർമാരെ ഞങ്ങൾ അവിടെ രംഗത്തിറക്കുമെന്നാണ് പറഞ്ഞത്. അവരെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഭീഷണി മുഴക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നേരിടാനുള്ള സംവിധാനം മറുഭാഗത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം തന്നെ താഴെ വരും, പത്തി മടക്കി വരും. ഏതെങ്കിലും ഒരു ചികിത്സയുടെ പിഴവിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കേരളത്തിൽ ശിക്ഷിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? നമ്മുടെ അറിവിലില്ല, അല്ലേ? അവസാനം ആദ്യമൊക്കെ ചില ബഹളങ്ങളൊക്കെ ഉണ്ടാകും, സസ്പെൻഷൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ ചില തീരുമാനങ്ങളൊക്കെ വരും. പക്ഷെ ഒരു ഡോക്ടറും ശിക്ഷിക്കപ്പെടുകയില്ല. കുറച്ച് അവസാനം കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും സർവീസിലേക്ക് തിരിച്ചെത്തും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ശിക്ഷാ നടപടികൾ ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പാണ് ഇവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രേരിപ്പിക്കുന്നത്. ചില ഡോക്ടർമാര് ചില സംഘടനകളുണ്ട് കേട്ടോ. ഇത്തരം കാര്യങ്ങളിലൊക്കെ അവരെല്ലാം ഒറ്റക്കെട്ടാണ്. എല്ലാ കാര്യത്തിലും അവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് മനുഷ്യനെ, അല്ലെ, സാധാരണക്കാരനെതിരായിട്ട് നിന്നുകളെ. അതിനകത്ത് വലിയൊരു കൂട്ടായ്മയാണ് അവർക്കുള്ളത്. അപ്പൊ അത്തരത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചുമതല ഇതിന് തൊട്ട് മുമ്പ് ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, KK ശൈലജ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു. ഇത്രയും വലിയ ആരോപണങ്ങൾ അവര് അത്യാവശ്യം ചില കോവിഡ് കാലത്ത് ചില കാര്യങ്ങളിൽ അക്കൗണ്ട് ഇല്ലാതെ, അല്ലെന്നുണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയമല്ലാത്ത രീതിയിലൊക്കെ ചില പർച്ചേസുകൾ നടത്തി. അതിന്റെ സാഹചര്യം വേറെയായിരുന്നു, അത് വേറൊരു സാഹചര്യത്തിൽ പറ്റിയതാണെന്നാണ് പറയുന്നത്. പക്ഷെ നന്നായിട്ട് ഒരു സാധാരണ ഒരു ടീച്ചറായിരുന്നു, പ്രൈമറി സ്കൂൾ, എനിക്ക് തോന്നുന്നു പ്രൈമറി സ്കൂൾ ടീച്ചർ ആയിരുന്നു എന്ന് തോന്നുന്നു. അത്രയും അങ്ങനെയൊക്കെയുള്ള ഒരു അക്കാഡമിക് ലെവലാണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത. പക്ഷെ നന്നായിട്ട് ആരോഗ്യരംഗത്ത് കൊണ്ടുപോയതാണ്, ഒരു പരാതിയും ഇല്ലാതെ ഇതിനെക്കാട്ടും വലിയ സാഹചര്യത്തിൽ 5 വർഷം നന്നായിട്ട് ഭരിച്ചൊരു ആരോഗ്യമന്ത്രിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷെ അതാണ് പറഞ്ഞത്, എത്ര വിദ്യാഭ്യാസം കൂടിയിട്ട് കാര്യമില്ല, അറിവ് കൂടിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ജനറൽ ആയിട്ടുള്ള അവയർനെസ് ഉണ്ടായിട്ട് കാര്യമില്ല. കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതിന് അതാണ് നമ്മുടെ ഏറ്റവും നമ്മൾ പൊതുജനങ്ങളോടാണ് അഡ്രസ് ചെയ്യുന്നത്, അല്ലെ? പൊതുജനങ്ങളോട്, നമ്മുടെ വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ ഒരു പൊതു സ്വഭാവം ഉണ്ടാകത്തരം കാര്യങ്ങൾ. ഈ ദിവസം പത്തനംതിട്ടയിൽ കുറച്ച് ഉദ്ഘാടനങ്ങൾ നടന്ന സമയത്ത് നമ്മൾ കണ്ടില്ലേ? പത്തനംതിട്ട അവരുടെ അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട ഭാഗങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. എല്ലാം പകുതി വന്ന കുറെ കെട്ടിടങ്ങൾ, പകുതി പണി നിർത്തിയിരിക്കുന്ന കുറെ കെട്ടിടങ്ങൾ പകുതിയേ ചെയ്തിട്ടുള്ളൂ, ഒന്നും പൂർത്തിയായിട്ടല്ല, ഒരു കെട്ടിടവും പൂർത്തിയായിട്ടല്ല. 2-3 പദ്ധതികളാണ്. അതിന്റെ ഉദ്ഘാടനം മാമാങ്കം അങ്ങ് നടത്തുകയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാണല്ലോ, അപ്പൊ അതിനു മുമ്പ് അതൊക്കെ നടത്തുക. ആ സമയത്ത് മന്ത്രിയുടെ പ്രകടനം എന്തായിരുന്നു? വളരെ മോശമായ രീതിയിലാണ്, അല്ലെ? അവിടെ വന്ന ആളുകളോടും അതോടെ മാധ്യമ പ്രവർത്തകരോടൊക്കെ ഉള്ള സംസാരം കേട്ടില്ലേ? ഒന്നും പ്രശ്നമില്ല എന്നുള്ളൊരു മട്ടിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല എന്നുള്ളൊരു മട്ടിലാണ് അവരുടെ സംസാരങ്ങളെല്ലാം ഉണ്ടായത്.
പിന്നെ അത് ആരെയൊക്കെ അവിടെ കൂവുകയൊക്കെ ചെയ്തു. അപ്പൊ UDFന്റെ കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു. അതിന്റെ അവിടുത്തെ പഴയ മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ളവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കൂവുകയൊക്കെ ചെയ്തപ്പോ മന്ത്രി പറഞ്ഞത് എന്നെയല്ല കൂവിയത്, പിന്നെ അതിനകത്ത് വന്നിരുന്ന UDFന്റെ പ്രവർത്തകരെയാണ് കൂവിയത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. പക്ഷെ നമ്മൾ കണ്ടതാണ്, ഒരു കെട്ടിടവും പൂർത്തിയാകാത്ത കെട്ടിടങ്ങളുടെ ഉദ്ഘാടനങ്ങൾ നടത്തുക, ചടങ്ങുകളൊക്കെ ചെയ്യുക. അവരതിനെ കുറിച്ചൊരു വീഡിയോയും വരെ ഇട്ടിരുന്നു. അപ്പൊ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ, ഇത്രയും നമ്മൾ സ്വയം അവകാശരാകത്ത രീതിയിലുള്ള പ്രവർത്തികളിലേക്ക് പോകുന്നത്? നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ മെറിറ്റിൽ കാര്യങ്ങളെ ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ടാണല്ലോ ഒരു 5 വർഷം അവരെ മന്ത്രിയാക്കിയിരിക്കുന്നതിന് അവരോട് മത്സരിക്കുകയാണ്. അവരുടെ ആറന്മുള അസംബ്ലി മണ്ഡലത്തിൽ അവർ സ്ഥാനാർത്ഥിയാകുകയാണ്. അപ്പൊ ഇതൊക്കെ ഒരു ഭൂഷണമായിട്ട് മാറുമോ? അതാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂല് മറ്റേ പഴയ മന്ത്രി KK ശൈലജ പറയുന്നത് കേട്ടു. അങ്ങനെ ഒരു മന്ത്രിയെ അങ്ങനെ ഒറ്റപ്പെട്ട് ആക്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ആക്രമണം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പൊതുവായിട്ട് മന്ത്രിമാർക്ക് നേരെ അങ്ങനെയാണല്ലോ, സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ മന്ത്രിമാർക്ക് നേരെ മറ്റേ UDFന്റെ ഭാഗത്തുനിന്ന് പ്രത്യാക്രമണങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ ഇത് അങ്ങനെ അല്ലെന്നാണ് അവരുടെ വാക്കിൽ നിന്ന് വരുന്ന ഒരു സൂചന അതാണ്. അപ്പൊ അതുകൊണ്ട് ഉത്തരവാദിത്തരഹിതമായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന, നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ ഒരു മാന്യതയ്ക്ക് അനുസരിച്ചിട്ട് ജനങ്ങളോട് നമ്മൾ പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ അത്തരത്തിൽ വേണം. അല്ലാതെ ഒരു ധാർഷ്ട്യവും ധിക്കാരവും ഒരു രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക്, ഒരു പൊതുപ്രവർത്തകയ്ക്ക്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ഒരു മന്ത്രിക്ക് ഭൂഷണമല്ല. മന്ത്രിയുടെ ആ വാക്കുകൾ ധാരാളം ആളുകളെ, കേരളത്തിലെ ധാരാളം ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സ്വകാര്യ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നവനെ, പൈസ മുടക്കുന്നവനെ എന്തിനാ നമ്മൾ അസഭ്യം പറയുന്നത്? അവരെ അസഭ്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അല്ലെ അവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ലല്ലോ. ആദ്യം നമ്മൾ നന്നാകുക, നമ്മുടെ കാര്യങ്ങൾ നന്നാക്കുക. അതാണ് കാര്യത്തിൽ ആദ്യമായിട്ട് മന്ത്രി ചെയ്യേണ്ടതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. യെസ്, സാർ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവർ ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ പാർട്ടിക്കകത്ത് തന്നെയുള്ളവരായാലും പറയുന്നത് ഒറ്റപ്പെട്ട് വീണ ജോർജിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയെ ആരെങ്കിലും ഫോക്കസ് ചെയ്യുന്നതായിട്ടോ ആക്രമിക്കുന്നതായിട്ടോ തോന്നുന്നില്ല എന്നാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് നിന്ന് വരുന്നത് വളരെ വളരെ മറ്റ് സംസ്ഥാനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിന് പോലും വിമർശനങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാർത്തകളാണ്, അത്തരം സംഭവങ്ങളാണ്. ഏറ്റവും ഒടുവിലുണ്ടായ സംഭവത്തിലും CPM നൽകിയ ഒരു വിശദീകരണം ഒറ്റപ്പെട്ട സംഭവം എന്നതാണ് ഖേദകരം. ഇത്തരത്തിൽ വീണ ജോർജിനെതിരായ വിമർശനങ്ങളും കൂടുതൽ പിടിമുറുക്കുന്നു. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.